അഭിമാനി പത്രം എന്നിവരും കേസിൽ പ്രതികളാണ്. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയുള്ള MT വാസുദേവൻ നായരുടെ രാഷ്ട്രീയ വിമർശനത്തിലൂടെയാണ് KLFന്റെ ആദ്യ ദിനം ചർച്ചകളിൽ ഇടം നേടിയത്. ഇന്ന് രണ്ടാം ദിനമാണ്. രണ്ടാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവും മന്ത്രി MB രാജേഷും സ്പീക്കറും അടക്കമുള്ളവരൊക്കെ അതിഥികളായി എത്തുന്നുണ്ട്. MTയുടെ വിമർശനത്തിലുള്ള പ്രതികരണങ്ങൾ ഇന്ന് KLF വേദിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന മുരളി ചേരുന്നു. മേഘ്ന, എന്തൊക്കെയാണ് ഇന്നത്തെ KLF, എങ്ങനെയൊക്കെയാണ് ശ്രദ്ധ നേടാൻ പോകുന്നത്? ആരൊക്കെയാണ് ഇന്ന് പ്രധാനപ്പെട്ട ആകർഷണമായുള്ളത്? അജിംഷാദ്, ആദ്യം തന്നെ കോഴിക്കോടിനെയും സാഹിത്യോത്സവത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശനങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും കടക്കാമെന്നാണ് തോന്നുന്നത്. സാഹിത്യോത്സവം അല്ലെങ്കിൽ കോഴിക്കോട് എന്ന് പറയുന്നത് വലിയ സാഹിത്യ പാരമ്പര്യം, സാഹിത്യ പൈതൃകം ഹൃദയത്തിലേറ്റുന്ന നഗരമാണ്. അതായത് വേങ്ങയിൽ കുഞ്ഞിരാമനും ഉറൂബും ബഷീറും അടക്കമുള്ള, അതായത് പുതിയ തലമുറയിലെ സുഭാഷ് ചന്ദ്രൻ അടക്കമുള്ള വലിയ സാഹിത്യകാരന്മാരെ ഹൃദയത്തിലേറ്റുന്ന നഗരമാണ് കോഴിക്കോട്. ഈ കോഴിക്കോട് വെച്ചാണ് KLF, അതായത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 7ാം പതിപ്പ് നടക്കുന്നത്. ഇവിടെ ഇന്നലെയായിരുന്നു ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ഉദ്ഘാടന വേദിയിൽ മന്ത്രി റിയാസ് അടക്കമുള്ള പ്രശസ്ത ചലച്ചിത്ര താരം ഷീലയും അടക്കമുള്ള മേയർ അടക്കമുള്ള വ്യക്തികൾ, MT വാസുദേവനും M മുകുന്ദനും അടക്കമുള്ള വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഇവിടെ വെച്ച് MT വാസുദേവൻ നായർ പ്രസംഗിച്ച് അവസാനിച്ചെടുത്തായിരുന്നു വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും 1ാം ഘട്ടം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് MT പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: രാഷ്ട്രീയത്തിലെ മൂല്യച്യുതികളെ കുറിച്ചായിരുന്നു MT വാസുദേവൻ നായർ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, രാഷ്ട്രീയം എന്നത് അല്ലെങ്കിൽ അധികാരം എന്നത് വലിയ ആധിപത്യങ്ങളോ സർവാധിപത്യങ്ങളോ ആയി മാറിയെന്നും രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്തമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണെന്നുള്ള കാര്യം അധികാരികൾ മറന്നുപോയി എന്നും MT വാസുദേവൻ നായർ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, EMS എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ലെന്നും അധികാരമോഹി ആയിരുന്നില്ലെന്നും അതുകൊണ്ടാണ് EMS മഹാനായത് എന്നുള്ള വാക്കുകളും MT ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു KLFന്റെ 1ാം ഘട്ടം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് ഭരണാധികാരികളെ വിമർശിച്ചു എന്നുള്ള ചർച്ചകളായിരുന്നു KLFൽ 1ാം ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. ഇത് തന്നെയായിരുന്നു KLFന്റെ 1ാം ദിവസത്തിലെ പ്രധാന ആകർഷണവും. എന്ന രീതിയിൽ ദേശാഭിമാനി നൽകുന്നത് ദേശാഭിമാനി നൽകുന്നത് MT അങ്ങനെ ഉദ്ദേശിച്ചതല്ല. വിശാലമായ അർത്ഥത്തിലുള്ള പൊതുവിമർശനം, അത് ഏതെങ്കിലും സർക്കാരുകളെയോ അല്ലെങ്കിൽ പിണറായിയോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, പൊതുവിലുള്ള ഒരു കാര്യമാണ്. അത്തരത്തിൽ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കഴമ്പില്ല എന്ന രീതിയിൽ MT വാസുദേവൻ തന്നെ വിശദീകരണം നൽകിയെന്നൊക്കെയാണ് ദേശാഭിമാനി പറയുന്നത്. തീർച്ചയായും ജിംഷാദ്, അതായത് ഇന്നലെ അടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. EP ജയരാജൻ അടക്കം MTയുടെ വാക്കുകൾ വളച്ചൊടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ MT വാസുദേവൻ നായർ EMSനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് EMS എന്ന് പറയുന്ന വ്യക്തി അധികാരമോഹി ആയിരുന്നില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ ഭ്രമം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം മഹാനായത് എന്ന് MT വാസുദേവൻ നായർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതുകൂടി കൂട്ടിച്ചേർത്ത് വായിച്ചുകൊണ്ടാണ് വലിയ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും, അതായത് MTയുടെ വാക്കുകൾ വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾക്കും KLF വേദിയായത്. എന്തായാലും 2ാം ദിവസമായ ഇന്ന് ഇതിന്റെ തുടർ ചർച്ചകളും തുടർ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം റഹീം അടക്കം MB രാജേഷും സ്പീക്കറും എല്ലാം KLFന്റെ വേദിയിൽ എത്തുന്നുണ്ട്. വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനാണ് എത്തുന്നത്. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും കോഴിക്കോട് വെച്ച് നടക്കുന്ന കേരള സാഹിത്യോത്സവത്തിന്റെ കാതൽ അല്ലെങ്കിൽ സത്ത് ഇത് തന്നെയാണ്. അതായത് വലിയ വിമർശനങ്ങളും വിവാദങ്ങളും വാഗ്വാദങ്ങളും സ്വാഭാവികമായും ഇതിനെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനനുസൃതമായി വിശദീകരിക്കാൻ സാധ്യതയുണ്ട്. മറുപടിയായി MB രാജേഷ് മറുപടി പറഞ്ഞേക്കാം. ഇന്ന് ആരൊക്കെയാണ് ആകർഷണമായി പ്രധാനപ്പെട്ടുള്ളത്? KLF എങ്ങനെയാണ് ഇന്ന് ചർച്ചകളിൽ ഇടം പിടിക്കാൻ പോകുന്നത്? മേഘ്ന. അജിംഷാദ്, ഇന്ന് പ്രതിപക്ഷ നേതാവ് എത്തുന്നത് ഒരു പുസ്തക ചർച്ചയുടെ ഭാഗമായിട്ടാണ്. അതായത് ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്നുള്ള ഒരു പുസ്തക ചർച്ചയുടെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ വേദിയിൽ വെച്ചിട്ട് ഇതിനുള്ള പ്രതികരണം ഉണ്ടാവുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. മാത്രമല്ല, റഹീമും MB രാജേഷും അടക്കമുള്ള വിവിധ സെഗ്മെന്റുകൾ, അതായത് ചരിത്രത്തെ കുറിച്ചും പുസ്തകങ്ങളെ കുറിച്ചുമുള്ള വിവിധ സെഗ്മെന്റുകളിൽ പങ്കെടുക്കാനായാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ വേദിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ വേദിയുടെ പുറത്ത് പ്രതികരിക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഇത്രയധികം ചർച്ച, അതായത് KLFന്റെ 1ാം ദിവസം തന്നെ ഇത്രയധികം ചർച്ചകൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല, ബെന്യാമിനും സുപ്രിയ മേനോനും അടക്കമുള്ള ആൾക്കാരും ഇന്ന് KLFന്റെ ആകർഷണങ്ങളാണ്.
അജിംഷ. ശരി, മേഘ്ന മുരളിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡിന് NIA അപേക്ഷ നൽകുന്നുണ്ട്. സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയും നൽകും. വിവരങ്ങളുമായി എ.ടി. അശ്വതി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. എ.ടി. അശ്വതി, എന്തൊക്കെയാണ് സവാദിനുമായി ബന്ധപ്പെട്ട NIAയുടെ അടുത്ത നീക്കങ്ങൾ? കാരണം ഇന്നലെ NIA ഈ തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷ നൽകുമെന്നായിരുന്നു വാർത്തകൾ ഉണ്ടായിരുന്നത്. ഇതുവരെ അപേക്ഷ നൽകിയിട്ടില്ല. എന്തൊക്കെയാണ് NIAയുടെ അടുത്ത